ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു. അന്ന് കളർ ഇതല്ലായിരുന്നു, വൈറ്റ് കളറായിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തേപ്പുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു വാഹനത്തിൽ ചെയ്ത വർക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഓണറിനെ വിളിക്കാം. ഹൈ ബ്രോ. ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു? ഹെർഫിൻ. ബ്രോ, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്? മെയിനായിട്ട് കസ്റ്റം ഹെഡ് ആണ് ചെയ്തേക്കുന്നത്. ഒരു ഐലൻഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം ചെയ്തെടുത്തതാണ് ഹെഡില്? കസ്റ്റം ആണ്. DRL RGB വരുന്നുണ്ട്. പിന്നെ ട്രൈ കളർ ഫോഗ് ആണ് അതിനകത്ത് പ്രൊജക്ടർ ആഡ് ചെയ്ത്. ഈ ഫോഗ് ലൈറ്റ് തന്നെ അതിനകത്തോട് ആഡ് ചെയ്തേക്കുന്നത്. ഇത് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്? DRL ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതി. പിന്നെ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, അതും കസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ഇതിന് മുന്നേ ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളായിരുന്നു. അന്നേരം ആ ഉള്ള സ്കേർട്ട് അല്ല, വ്യത്യാസമുണ്ട്. അതെ, അപ്പോഴുണ്ടായ ബമ്പറല്ല, ആ ബമ്പർ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. അപ്പം ഇപ്പൊ മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് വണ്ടിക്ക്. നമുക്ക് ഒരു ദൂരെ നോക്കുമ്പോ തന്നെ ഫ്രണ്ട് സൈഡ് നേരത്തെ ചെയ്ത ലുക്കേ അല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫോഗിന്റെ അടുത്ത് ഇല്ലേ, ഫ്രെയിം കവർ സ്പോർട്സ് കിറ്റിന് വരുന്നത് നമ്മൾ കസ്റ്റം ചെയ്ത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത്. പിന്നെ അതേകൂട്ട് തന്നെ നമുക്ക് ഒരു എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ചെയ്തത്? സൈഡ് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തത് ബ്ലോ ഓഫ് വാൽവ് ആഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. നമ്മൾ സൂപ്പറായിട്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇട്ടിരുന്നായിരുന്നു. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളും ഇതൊക്കെ കമന്റ്സും ഒക്കെ വന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് പിന്നെ നമ്മള് ഡൗൺ പൈപ്പ് അടിച്ചപ്പം ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, മൈലേജ് എത്ര ഉണ്ട്? മൈലേജ് കുറവാണ്. 10 ഉള്ളു. ഡീസൽ വണ്ടിയെ സംബന്ധിച്ചുള്ള ഏകദേശം ഒരു 18-20 റേഞ്ച് വരുന്നതാണ്. നമ്മൾ പെർഫോമൻസ് ആയിട്ട് ബേസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായും വരും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വണ്ടിയുടെ മെയിൻ്റെനൻസ് എങ്ങനെയുണ്ട്? നമുക്ക് ഈ ഡൗൺ പൈപ്പ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തപ്പം മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ? ഡൗൺ പൈപ്പ് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് മെയിൻ്റെനൻസ് ഒന്നും വലിയ പണിയൊന്നും വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാര്യങ്ങളൊന്നും നമ്മള് വണ്ടി ലോ കിലോമീറ്റർ ആണ്. അപ്പൊ വീട്ടിൽ എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. വാപ്പിയ പെയിന്റ് സജസ്റ്റ് ചെയ്ത് തന്നതല്ലേ? ഓക്കെ. എന്നാലും ഈ ഒരു കളർ എവിടെ നിന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ആൾക്കാർ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കളറും കൂടാണ്. പിന്നെ ബ്രോ, നമുക്ക് ആ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിൽ എന്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത്? സൈഡില് മെയിനായിട്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ YSS സ്പ്രിംഗ് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷെ നമ്മൾ ആ പഴയ ഇത് തന്നെ അലോയ്സ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. കിടന്ന അലോയ്സ് തന്നെ. സൈഡ് സ്കേർട്ടിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ആ ഒരു മിറർ ബ്ലാക്ക് ചെയ്തേക്കുന്നത്. A പില്ലർ B പില്ലർ ബ്ലാക്ക്, ഒരു ഡ്യുവൽ ഷെയ്ഡ് എന്നുള്ള ഡ്യുവൽ ടോൺ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ സൈഡ് പ്രൊഫൈലിൽ വണ്ടിക്ക് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ റിയർ എൻഡിൽ എന്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ബ്രോ, റിയർ എൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എന്റെ സ്പോയിലർ ആണ്. അത് സ്വിഫ്റ്റിന് കമ്പനി വരുന്ന സ്പോയിലർ ആണ്. കമ്പനി സ്പോയിലർ തന്നെയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ടെയിൽ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റം ചെയ്തെടുത്താണ് ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ്. പിന്നെ ഇവിടെ അതിന്റെ ബാഡ്ജ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം എം ടി ആയിട്ടുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഡിഫ്യൂസറിന്റെ മറ്റേ ഒരു കിറ്റ് പോലെ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ഫങ്ഷണൽ എക്സോസ്റ്റ് ആണ്, ഡുവൽ ടൈപ്പ് അല്ലേ ചെയ്തിട്ടുള്ളത്? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സോസ്റ്റ് നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അത് ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. പെർഫോമൻസ് നമ്മൾ ട്യൂണിംഗ് ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല, ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ ഓക്കെയാണ്. എക്സോസ്റ്റിംഗ് കാര്യങ്ങൾ എയർ ചെയ്യാൻ പ്ലാൻ ഒന്നും ഇല്ല? എയറിന്റെ ഏകദേശം എല്ലാം ആയിരിക്കുകയാണ്. പിന്നെ എയർ ചെയ്തിട്ട് സെറ്റ് ആക്കാന്നുള്ള പ്ലാനിങ്ങും കൂടെ ആണ് കുറച്ചുകൂടെ അല്ലേ? എയർ മാത്രമല്ല, കുറച്ചുകൂടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇനി പെൻഡിങ് കിടപ്പുണ്ട് വണ്ടിക്കകത്ത്. അന്ന് ചെയ്ത പിങ്ക് കാര്യങ്ങളൊക്കെ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ബ്ലോ ഓഫ് വാൽവിന്റെ സൗണ്ട് ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ടല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ബ്ലോ ഓഫ് വാൽവിന്റെ സൗണ്ട് എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം.
അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്.